പഹൽഗാമിലുണ്ടായ ആക്രമണത്തെ നമ്മൾ ചെറുതായി കാണാൻ പറ്റില്ല. അത്ര വലിയ മുറിവാണ് രാജ്യത്തിനുണ്ടായതെന്നുള്ള ഒരു തർക്കവുമില്ല. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നു, വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, നിങ്ങൾ കളിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ മാന്യമായി ക്രിക്കറ്റ് കളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കാൻ പോകരുത്. ഇത് ആദ്യം തുടങ്ങുന്നത് വേൾഡ് ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ സമയത്ത് നമ്മൾക്കറിയാം, ധവാൻ പറഞ്ഞിട്ടാണ് ഇത് ആദ്യത്തെ വിവാദം അർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുവരെ സത്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇത് കളിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തർക്കം തന്നെ ഉണ്ടായത്. BCCI ഇതിലൊരു സ്റ്റാൻഡ് എടുത്തത് ഇത് കളി മാത്രമാണ്, ക്രിക്കറ്റ് കളിയാണ്, ഇതിലെ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല എന്നായിരുന്നു BCCI ആദ്യം എടുത്ത തന്നെ നിലപാട്. തുറന്നു പറഞ്ഞു, ക്രിക്കറ്റ് കളിക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടത്തിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാർത്താ സമ്മേളനത്തിലൊക്കെ വരുന്നതിന് മുൻപ് സൂര്യകുമാർ യാദവ് കൈകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അവിടുത്തെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മോഹസിൻ നഖ്വിക്ക് കൈകൊടുത്തിട്ടുണ്ട് സൂര്യകുമാർ യാദവ്. ഇത് വലിയ തരത്തിൽ വിവാദമാവുകയും സൂര്യകുമാറിന് തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷമാണ് ഈ ഹസ്തദാന വിവാദത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ജസ്പ്രീത് ബുംറയൊക്കെ വലിയ തരത്തിൽ അങ്ങനെ ഒരു ആക്രോശം കാണിക്കുന്ന ഒരു സ്വഭാവക്കാരനെ അല്ല. പക്ഷേ ബുംറ ഹാരിസ് റൌഫിന് കൃത്യമായ മറുപടി കൊടുത്തു. അത് വെറുതെ കളിക്കളത്തിൽ തന്നെ കൊടുക്കണം എന്ന് കരുതി തന്നെയാണ് അത് ചെയ്തത്. സഞ്ജു സാംസണെ അബ്രാർ പലപ്പോഴും ഈ ഇത് ചെയ്യുകയും ഈ ആക്ഷൻ ചെയ്യുകയും ഗെറ്റ് ഔട്ട് ആക്ഷൻ ചെയ്യുകയും അത് തിരിച്ചു കിട്ടുകയും ചെയ്തത് കണ്ടിട്ടുണ്ട്. ഈ സഞ്ജു സാംസണിനെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞ ഒരു ക്രിക്കറ്റ് പ്രേമി അർത്ഥത്തിൽ എവിടെയെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം, ടീം ഒന്നടങ്കം സഞ്ജുവിനെ മുൻനിർത്തി അത് ചെയ്തു എന്നുള്ളതാണ്. ഒരു സന്തോഷകരമായ നിമിഷത്തിൽ കിരീടം കയ്യിൽ ഏന്തി ആഘോഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ വിവാദം ഒരുപക്ഷെ കെട്ടടങ്ങിയേനെ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ കിരീടവുമായി മോഹസിൻ നഖ്വി തിരിച്ചു പോയി ഒരു പണി തരാം എന്ന് വിചാരിച്ചാൽ അതിലേറെ പണി തരാൻ ഞങ്ങൾക്ക് അറിയാം എന്നതാണ് ഈ താരങ്ങൾ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾക്ക് കിരീടമില്ലാതെ ആഘോഷിക്കേണ്ടി വന്നത്. അല്ലാതെ അവിടെ നിന്ന് കിരീടമില്ലാത്തൊരു സ്ഥലത്ത് തലകുനിച്ച് വരേണ്ട ഒരു അവസ്ഥ ഇന്ത്യൻ താരങ്ങൾക്ക് എന്തായാലും ഇല്ല. കാരണം അവർ ജയിച്ച് അവിടെ നിൽക്കുന്ന ആളുകളാണ്.